ഇപ്പോൾ ഈ സ്കൂളിൽ കുട്ടികളൊക്കെ ചേർക്കുന്നത് നിങ്ങളെ സമ്മതം ചോദിച്ചിട്ടാണ്. അതല്ല ഞാൻ പറഞ്ഞത്. അതാണ് ഇതിങ്ങനെ പറയുമ്പോൾ ഇല്ലാത്ത ഒരു പൊതുസമൂഹത്തിനെ പറ്റി പറയേണ്ട. സമൂഹം എന്ന് പറഞ്ഞാൽ ഇല്ല, വിട്ടു, അത് കഴിഞ്ഞു. അല്ല, ഇത് ആളുകളെ ഉപയോഗിക്കുന്നത്. നിങ്ങൾ ഇവിടുത്തെ ഉള്ള സ്കൂളിലാണ് ചേർക്കുന്നത്. നിങ്ങളെ ആരോടത്തും ചോദിച്ചിട്ട് ഉദാഹരണം പറയാം, KJ ബേബി ചെയ്യുന്നത് ഇതിനാണ്. വിഷയം അറിയാവുന്ന ഞാൻ പറയുന്നത് അതെ, നിങ്ങൾക്കറിയാം. നമ്മളാശങ്കയാണ് ഞാൻ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ മക്കളെ സാധാരണ പരമ്പരാഗത സ്കൂളിൽ വിടാതെ അദ്ദേഹത്തിൻ്റെ മക്കൾ പഠിപ്പിച്ചു. പക്ഷേ ആ മക്കളൊക്കെ പിന്നെ പല കാര്യങ്ങളിലും സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് അത് അത്ര ചെയ്ത് ശരിയായില്ല എന്തായിട്ട് അവരെ ഭാഗത്തുണ്ട്. അതുകൊണ്ടാണ് അപ്പോൾ ഇത് നമ്മളെപ്പോലത്തെ ആൾക്കാർ മറിച്ച് സൊസൈറ്റി ജീവിക്കാൻ അവർക്ക് ബുദ്ധിമുട്ട് തോന്നുന്നതാണ്. അല്ല, അപ്പോൾ നമ്മളെപ്പോലത്തെ ആൾക്കാർ മറിച്ച് ചിന്തിക്കണം എന്ന് ആഗ്രഹിക്കുമ്പോൾ ഇത്തരം വാക്കുകൾ കേട്ടും നമ്മളൊന്ന് പിന്നോട്ടടിക്കും. അല്ല, നിങ്ങളിത് പറയുന്ന സമയത്ത് നിങ്ങളിപ്പോൾ സമാധാനമായിട്ട് സന്തോഷമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് എന്നോട് പറഞ്ഞാലായിരുന്നു. അപ്പം പിന്നെ ഈ KJ ബേബിയുടെ മക്കൾ മാത്രമല്ല, നിങ്ങൾ വളരെ ശ്വാസം മുട്ടി തന്നെ ഇവിടെ ഇപ്പം ജീവിച്ചുകൊണ്ടിരിക്കും. അപ്പം പിന്നെ അത് വെറുതെ പറയുന്നതാണ്. നമ്മുടെ ഭർത്താവ് പണ്ടുള്ളവർ നമ്മുടെ കമ്മ്യൂണിസ്റ്റുകാർ പണ്ട് ഇവിടെ ചൊല്ലിയിട്ടുണ്ട്, ഞങ്ങളുടെ പോലീസ് ഞങ്ങളെ തെല്ലുമ്പോൾ നിങ്ങൾക്ക് എന്താ കോൺഗ്രസ് എന്ന് ചോദിക്കുന്ന പോലെ ചോദ്യം എന്നുള്ളതല്ലാതെ ഈ പറയുന്ന എല്ലാ പ്രശ്നവും KJ ബേബിയുടെ മക്കൾക്കുള്ള മുഴുവൻ പ്രശ്നങ്ങൾ നിങ്ങളുടെ മക്കൾക്കൊക്കെ ഉണ്ട്. തൊഴിലില്ലായ്മ ഉണ്ടാകുന്ന മാത്രമല്ല, അതുകൊണ്ട് അതൊന്നും വെറുതെ പറയുന്നതാണ്. ഇനി അതൊന്നും അല്ല ഞാൻ പറഞ്ഞു. ഞാൻ എന്തുകൊണ്ടാണ് KJ ബേബിയുടെ പോലുള്ള ഒരു സാധനം ചെയ്യാൻ അല്ല, അത് മനസ്സിലായി. KJ ബേബിയെ പറ്റി ചർച്ച ചെയ്യുമല്ല നമ്മൾ. KJ ബേബി ഉണ്ടാക്കുന്ന പോലെ ഒരു സ്കൂൾ ഉണ്ടാക്കാനായിട്ട് ഞാൻ എന്തുകൊണ്ട് പോകാതെ പഞ്ചായത്തിൽ വന്നിരുന്ന് വിട്ടണമെന്ന് ആലോചിച്ചത് ഇതേ നിങ്ങൾ പറഞ്ഞ കാരണം കൊണ്ട്. ഇത് ഒറ്റയ്ക്ക് ഒരാൾ പണ്ട് ഒഴിവുകാല വിനോദം ആയിട്ട് ടോൾസ്റ്റോയ് സ്കൂൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ടാഗോറിൻ്റെ അച്ഛൻ ഇഷ്ടം പോലെ കാശ് കൊടുത്ത കാരണം കൊണ്ട് അവിടെ ടാഗോറായിരുന്നു. ഇഷ്ടം പോലെ സ്ഥലം ഉണ്ടായിരുന്ന കാരണം കൊണ്ട് അയാൾക്ക് വിശ്വഭാരതി ഉണ്ടാക്കി. ഇതൊക്കെ അവിടെ ഇരിക്കും. J. കൃഷ്ണമൂർത്തി നാട്ടുകാരുടെ മുഴുവൻ കാശ് മേടിച്ചിട്ട് ഋഷിവാലി സ്കൂൾ ഉണ്ടാക്കിയിട്ടുണ്ട്. മേരി റോയ് പള്ളിക്കൂടം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും വർക്ക് ചെയ്യാതിരിക്കുന്നത് നിങ്ങൾ പറഞ്ഞ കാരണം കൊണ്ടാണ്. അങ്ങനെയല്ല ഇത് ചെയ്യേണ്ടതെന്ന് അറിയുന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് പഞ്ചായത്ത് എന്ന് പറയുന്നത് നമ്മളെല്ലാവരും കൂടെ ചേർന്ന് ഉണ്ടാക്കേണ്ടതാണെന്നും ആ പഞ്ചായത്ത് തന്നെ നമ്മൾ ഉണ്ടാക്കേണ്ടതാണെന്നും അതിൻ്റെ കീഴിലാണ് ഈ സ്കൂൾ ആരംഭിക്കേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ സമൂഹം ഉണ്ടാക്കേണ്ടതാണെന്നുള്ള അറിവുള്ളത്. അല്ലാതെ ഒറ്റയ്ക്കൊരു സ്കൂൾ ഉണ്ടാക്കി ഒറ്റയ്ക്കിരുന്ന് പറയുന്ന കാര്യമല്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് എനിക്ക് മിണ്ടേണ്ട കാര്യമില്ല. എന്ത് കാരണം കൊണ്ടാണ് ഞാൻ നിങ്ങളിത് പറയേണ്ടി വരുന്നത്? ഞാൻ എൻ്റെ വീട്ടിൽ പോയി സ്കൂൾ ആരംഭിച്ചാൽ പോരെ? അതല്ല ചെയ്യുന്നതെന്നുള്ളതായി പറഞ്ഞു. നിലനിൽക്കുന്ന സമൂഹത്തിൻ്റെ ട്രാൻസ്ഫോർമേഷന് നമ്മൾ പണിയെടുക്കേണ്ടതാണെന്നുള്ളതാണ്. നമ്മുടെ സമൂഹമാണല്ല, സമൂഹത്തിൻ്റെ നമ്മളല്ല, നമ്മുടെ സമൂഹമാണ്. അപ്പോൾ ആ ഏരിയക്കകത്ത് നമ്മൾ ഒന്നിച്ച് പ്രവർത്തിക്കുന്നതിൻ്റെ ആവശ്യത്തിനാണ് ഈ വരുന്ന 2.5 വർഷം ഞാൻ ഈ കേരളത്തിൽ മുഴുവൻ നടക്കാമെന്ന് ഞാൻ തീരുമാനിക്കുന്നത്. എന്തുകൊണ്ടാണ്? എനിക്കെന്താ വീട്ടിലൊരു 10 ഏക്കർ സ്ഥലം നാട്ടുകാരെ എല്ലാവരും എന്ന് പറഞ്ഞാൽ ആളുകളെല്ലാം കുറച്ച് കാശൊക്കെ തരും. അവിടെ ഒരു സ്കൂൾ ഞാൻ ഉണ്ടാക്കി കാണിക്കാമെന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു പാടുമില്ലാതെ ചെയ്യാൻ പറ്റും. ഒരു പ്രയോജനമില്ലാത്ത പ്രവൃത്തിയാണെന്ന് അറിയുന്നതുകൊണ്ടാണ് ബേബി ആയാലും ശരി, സാരെങ്കിൽ അവിടെ ഗോപാലകൃഷ്ണനും ഭാര്യയും കൂടെ ചെയ്യുന്നത് ഒന്നും ഞാൻ ചെയ്യില്ല. ചെയ്യാതിരിക്കുന്നതിൻ്റെ റീസൺ നിങ്ങൾ ഈ പറയുന്ന പോലെ അത് പൊതുസമ്മതി നേടിയെടുക്കുക എന്ന് പറയുന്ന ഒരു പണിയുണ്ട് ഇതിനല്ല. അതുകൊണ്ടാണ് പഞ്ചായത്തിൽ വരുന്നത്. നിങ്ങളടുത്ത് ഞാൻ സംസാരിക്കുന്നിടത്ത് ഇരിക്കുന്നത് അല്ലാതെ സ്കൂളുണ്ടാക്കാൻ ഒരുപാടുമില്ല. എൻ്റെ വീട്ടിലും ഞാൻ ജനിച്ച വീട്ടിലും ഇതുപോലൊരു മുറിയും വീടും ഒക്കെ ഉണ്ടല്ലോ. അവിടെ ചെയ്താൽ പോരെ? നാട്ടുകാരെല്ലാവരും കുറച്ച് പേര് വരും. അവരും കൂടെ ഒക്കെ കുറച്ച് സ്ഥലമൊക്കെ മേടിച്ചെല്ലാം കിടുമ്പോൾ ഒരു കാണാൻ കൊള്ളാവുന്ന ഒരു കെട്ടിടമൊക്കെ ഉണ്ടാവും. അതൊന്നും വർക്ക് ചെയ്യത്തില്ല. എന്നാൽ സ്പെഷ്യലായ കുറച്ച് പേരുണ്ടാകും എന്നുള്ളതേ ഉള്ളൂ. അതല്ല നമ്മൾ പറയുന്നത്. ഒരു നാടിൻ്റെ ട്രാൻസ്ഫോർമേഷൻ ആവശ്യമായിട്ടുള്ള അറിവുണ്ടാകുക എന്ന് പറയുന്നത്. ഞാൻ മലയാളത്തിലല്ലേ സംസാരിക്കുന്നത്. തമിഴ്നാട്ടിൽ ഞാനല്ല സംസാരിക്കേണ്ടത്. അവിടെ തമിഴ് അറിയുന്നവരാണ് ഈ വിഷയങ്ങൾ പറയേണ്ടത്, അവിടെ പറയേണ്ടത്. അത്തരത്തിലുള്ള യൂണിറ്റുകൾ രൂപപ്പെടുത്തിയെടുക്കേണ്ടത്. പക്ഷേ അതേ സമയത്ത് തന്നെ ഒരു ഭാഷ പഠിക്കാതെ വളർത്തേണ്ടത്. പല ഭാഷ പഠിച്ച് വളരാവുന്നുണ്ടെങ്കിൽ സങ്കുചിതമായ മനോഭാവം രൂപപ്പെടാതിരിക്കാൻ സഹായിക്കും. അല്ല, മാതൃഭാഷ ഭയങ്കര സംഭവമാണെന്നൊന്നും പറയാം. ഏത് ഭാഷയും മാതൃഭാഷയാകും കുട്ടിക്കാലത്ത് പഠിച്ചാൽ. ഓസ്ട്രേലിയയിലൊക്കെ 7ാം ക്ലാസ്സിലുണ്ട് അവർക്ക് പരീക്ഷ. അവർക്ക് ഇഷ്ടമില്ല. ബുക്സ് വീട്ടിൽ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. നോട്ട്ബുക്ക് കൊണ്ടുവന്നാണ്. ഇതിൻ്റെ നോട്ട്ബുക്ക് ഉണ്ട്, അതുകൊണ്ടാണ്
ഞാൻ പറഞ്ഞില്ലേ, ഇത് നമ്മളിതിങ്ങനെ ഈ ചെയ്യുന്ന സാധനങ്ങളിൽ പോലും നമ്മൾ അവർക്കൊക്കെ തന്നെ നമ്മളീ പറയുന്ന അത്രയും ആലോചിച്ചിട്ടല്ല, അതൊന്നും തന്നെ ഏച്ചു വെച്ച് ഉണ്ടാക്കിയതാണ്. ഇത് സമഗ്രമായി നമുക്കിത് ആലോചിക്കാൻ പറ്റും. പൗരബോധ നിർമ്മാണത്തിനോടൊപ്പം എല്ലാ ഇന്ദ്രിയങ്ങളെയും വികസിപ്പിക്കുകയും ലോകത്തിനെ പരിചയപ്പെടുത്തി അതിനെ രൂപമാറ്റം വരുത്തി നമുക്ക് അനുകൂലമാക്കുന്ന പ്രവൃത്തിയാണ് വിദ്യാഭ്യാസം. ഇത്രയാണ് പറയുന്നത്. അത് ചെയ്യാനായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് പഞ്ചായത്തിൻ്റെ കീഴിൽ ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ നമുക്ക് അക്സസിബിലിറ്റി ഇതാണ്. നമുക്കൊരു സേവ വേണം, നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കേണ്ടത് എന്താണെന്ന് പറയാൻ. ഇതിപ്പോൾ സിലബസ് ആരാ തീരുമാനിക്കുന്നത് നമുക്ക് അറിഞ്ഞൂടെ. ആരാ പുസ്തകം വായിച്ച് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. എന്തിനാണ് ഈ പഠിച്ചത്, എന്ത് പഠിക്കണം എന്ത് പഠിക്കണ്ടെന്ന് പോലും അറിഞ്ഞു. അവിടെ ഉള്ള കോഴ്സിലല്ലേ നിങ്ങൾ ചേർക്കാനൊക്കത്തുള്ളൂ. +2 കഴിഞ്ഞാൽ പാരക്കമാറ്റിൽ എന്ത് കോഴ്സിന് ചേർന്ന് ആർക്കൊരു പിടിയില്ല. ഒരാൾക്ക് അറിഞ്ഞൂടാ. കാര്യമുണ്ട്, ഉള്ള ജോലികളെല്ലാം തന്നെയും വേറെ ലോകം മാറി പോകുമ്പോൾ പോകും. ഇപ്പോൾ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ കണ്ട് ഒരുപാട് കോളേജ് അടയ്ക്കാൻ പോവാം. കോഴ്സ് ചെയ്ത് കാര്യമില്ല. ഇതുകൊണ്ടാണ് എക്വിപ്പ് ചെയ്യുക എന്ന് പറയുന്നത്. നമ്മുടെ ലോകത്തിനെ പരിചയപ്പെടുത്തി കൊടുത്താൽ അവിടെ എന്ത് ചെയ്യണമെന്ന് ആരും അവരോട് പറയാതെ തന്നെ അവർ കണ്ടെത്തും. ആ കണ്ടെത്താൻ അവരെ സഹായിക്കുന്നതാണ് വിദ്യാഭ്യാസം. അല്ലാതെ നാട്ടുകാരും ഒന്നും തീരുമാനിച്ചിട്ടൊന്നുമില്ല. വല്ലവരും നമ്മളെ ഉപയോഗിക്കാൻ വേണ്ടി അവരുണ്ടാക്കിയ നമ്മളെ പിടിക്കാൻ ഈ പാടത്ത് കൂടുണ്ടാക്കി വെച്ചിരിക്കുന്ന പോലെ ഈ സ്കൂള്. മീനതിനകത്ത് ചെന്ന് കയറുന്നത് വിചാരിച്ച കൊണ്ട് മീനെല്ലാം ഇഷ്ടം കൊണ്ട് കയറുകയാണെന്നൊന്ന് വിചാരിക്കരുത്. വേറെ എങ്ങും പോകാൻ വഴിയില്ല. വെള്ളം ഒഴുകുന്നിടത്തോടെ അതിന് പോകാനൊക്കെ തള്ളുന്നതുകൊണ്ട് അവിടെ നിന്ന് പിടിക്കുന്നതാണ്. ഇതുപോലെ ഈ നാട്ടിലെല്ലാം കൂടുണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് സ്കൂളെന്ന് പറയുന്നത്. എന്നിട്ട് കുറച്ച് പേര് അതിനകത്ത് കയറും, ബാക്കിയുള്ളവരെ കളയും. കൊച്ചു മീനെല്ലാം കളയും, ബാക്കിയുള്ളതിനെല്ലാം എടുക്കും. അപ്പോൾ നല്ലോണം വീട്ടിൽ ചൊവ്വ നേരെ തീറ്റി കൊടുത്ത് വളർത്തിയിട്ടുണ്ടെങ്കിൽ അവരങ്ങ് കൊണ്ടുപോകും. അത് മതി.